മനുഷ്യക്കടത്തിൽ യുവതിക്ക് നേരിട്ടത് ക്രൂരമായ മർദ്ദനമെന്ന് പറയുന്നു. ദുബായിൽ എത്തിച്ച ശേഷം മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു. അതുപോലെ മർദ്ദിച്ച് പ്രതികരണ ശേഷി തന്നെ നഷ്ടപ്പെടുത്തി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. ദൃശ്യങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുത്തെന്നും പരാതിക്കാരി വെളിപ്പെടുത്തുന്നു. ആദ്യം നമുക്ക് ആ പരാതിക്കാരുടെ പ്രതികരണം ഒന്ന് കാണാം. ദുബായിൽ എത്തുന്ന വരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ജോബാണ് ഇവർ ഉദ്ദേശിച്ചെന്നും ഇങ്ങനത്തെ ഒരു വർക്കിന് വേണ്ടിയാണ് എന്നെ കൊണ്ടുപോയതെന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഇവരെന്നോട് പറഞ്ഞു നിനക്കൊരു ക്ലയന്റ് ഉണ്ട്. ഞാൻ പറയും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ പിടിച്ചൊരു കുട്ടി അടിക്കുകയും ബലമായിട്ട് ഡ്രിങ്ക്സിൽ എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഫോൺ ഇവർ കൈക്കലാക്കിയത് പ്രകാരം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവർ എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ വരുന്നതും അതും ഇതെല്ലാമായിട്ട് എൻ്റെ ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് കാണിച്ചു കൊടുക്കുകയും ഞാൻ അവിടെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് എൻ്റെ ഭർത്താവിനോട് പറയും. നാടിൽ മുഴുവനും പ്രചരിപ്പിച്ചു ഈ ഫോട്ടോ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ ഈ സൈറ്റുകളിൽ ഇടുന്നു എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയുന്നു എല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തി. കൂടാതെ ഈ ഡ്രഗ്സ് എൻ്റെ ശരീരത്തുള്ളത് കൊണ്ട് അവിടുത്തെ സീരിയനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ ബ്രൂട്ടലായിട്ട്, വളരെ ബ്രൂട്ടലായിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. പറയൂ വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. നടക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടിയാണ് പോലീസിൽ പരാതി നൽകിയത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ജോലിക്കെന്ന വ്യാജേനയാണ് തന്നെ ദുബായിലേക്ക് എത്തിച്ചത്. ആദ്യം ദുബായ് എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ 8ഓളം മറ്റു യുവതികളുണ്ട്. ആ അന്തരീക്ഷം തന്നെ ആദ്യം തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഈ കാര്യം ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇപ്പോൾ പിടിയിലായ സിന്ധുവിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. തൻ്റെ മൊബൈൽ ഫോണും പാസ്പോർട്ടും ആദ്യം ഇവർ കൈപ്പറ്റി. പിന്നീട് തന്നോട് ഈ അത് പുറത്തുനിന്ന് വരുന്ന പുരുഷന്മാർക്കൊപ്പം കിടക്ക പങ്കിടാൻ തന്നോട് ആവശ്യപ്പെട്ടു. അതിന് താൻ വിസമ്മതിച്ചപ്പോൾ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി തന്നെ ബോധരഹിതയാക്കി എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. താനിവിടെ മോശം രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ കുടുംബം ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുശേഷം പലതവണ പോലീസിനെ കൊണ്ട്, അവിടുത്തെ ദുബായ് പോലീസിനെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. അതായത് മയക്കുമരുന്ന് ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലർക്കായി തന്നെ വിറ്റു എന്ന് തുടങ്ങിയുള്ള വെളിപ്പെടുത്തലാണ് അവർ നൽകിയിട്ടുള്ളത്. പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി കൂടി ഈ സംഘത്തിൻ്റെ ഭാഗത്തുണ്ട്. അങ്ങനെ ഒരു രാജ്യാന്തര സെക്സ് റാക്കറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന നാട്ടിലേക്ക് എത്തിയ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ പിടികൂടാൻ ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ നേരിട്ട് ബന്ധമുള്ള ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ സിന്ധു, അലീന, അതോടൊപ്പം തന്നെ ഒരു മഞ്ജിമ, ഇവർ 3 പേരെയുമാണ് പിടികൂടിയിട്ടുള്ളത്. ഇനി പ്രതിപട്ടികയിൽ 2 പേർ കൂടിയുണ്ട്. അവർ 2ഉം സ്ത്രീകളാണ്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഈ പട്ടികയിൽ ഉണ്ട് എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതിൽ ആണുങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗുണ്ടാ ബന്ധമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്ക് അന്വേഷണം എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അത് അങ്ങേയറ്റം നടക്കുന്നതാണ്, ഭീതിപ്പെടുത്തുന്നതാണ്. അത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ആ പെൺകുട്ടി നേരിട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണവും തെളിവുമാണ് ഈ ഓഡിയോ ക്ലിപ്പ്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.